ഹലോ ഗായ്സ്, ഫൽഗാമിൽ ഒരു മുസ്ലിം തീവ്രവാദി വന്ന് ഒരു ഭാര്യയോടും ഭർത്താവിനോടും ചോദിക്കുകയാണ്, നിങ്ങൾ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന്. അവർ അഭിമാനവത്സരം പറഞ്ഞു, ഞങ്ങൾ ഭാരതീയരായിട്ടുള്ള ഹിന്ദുക്കളാണെന്ന്. ആ സമയത്ത് ആ മുസ്ലിം തീവ്രവാദി അവിടുത്തെ ഹിന്ദുവായിട്ടുള്ള ആ ഭർത്താവിനെ നെറുകം തല നോക്കി 2 തവണ വെടി ഉയർത്തിയതിനു ശേഷം ഭാര്യയോട് പറഞ്ഞു, നീ പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ആരാധിക്കുന്ന, ലോകം മുഴുവൻ ആരാധിക്കുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദിയോട് നീ വേണമെങ്കിൽ ഇത് ചെന്ന് പറഞ്ഞുകൊള്ളുക. അയാൾക്ക് എന്താണ് ഞങ്ങളെ പാകിസ്ഥാനെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന് ആ ഭാര്യയോട് പറയുകയാണ്, ആക്രോശിക്കുകയാണ്. നീ ചെന്ന് എന്റെ വിശ്വഗുരുവിനോട് പറയാൻ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ രാജാവിനോടൊപ്പം രാജാവിന്റെ പാലസിലിരുന്ന് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വൈകിട്ടത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി ഈ കാര്യം കേൾക്കുകയാണ്. തന്റെ പ്രജകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, കാശ്മീരിലെ തന്റെ പ്രിയപ്പെട്ട ജനത ആക്രമിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ശ്രീ നരേന്ദ്രമോദി തന്റെ ഭക്ഷണം കഴിക്കൽ അവസാനിപ്പിച്ചിട്ട് രാജാവിനോട് പറഞ്ഞു, എനിക്ക് തിരിച്ചു പോയേ പറ്റൂ എന്ന്. എനിക്ക് തിരിച്ചുപോയി എന്റെ പ്രജകളെ സംരക്ഷിച്ചേ പറ്റുകയുള്ളൂ. കാരണം അവർ എനിക്ക് തന്നിരിക്കുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ആ വലിയ ഉത്തരവാദിത്തം അവരെ നയിക്കുവാനും അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള എന്റെ ഉത്തരവാദിത്തത്തിനേറ്റ മങ്ങലായി ഞാൻ ഇതിനെ കാണുന്നുവെന്നും തങ്ങളുടെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമല്ല ഇതെന്നും രാജാവിന്റെ മുഖത്ത് നോക്കി, സൗദി അറേബ്യൻ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക്, തന്റെ പ്രജകൾ ആക്രമിക്കപ്പെട്ട സ്ഥലത്തേക്ക്, കാശ്മീരിലേക്ക് വണ്ടി കയറി എത്തുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് രാജാവിന്റെ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ അമിത്ഷായെ വിളിച്ചു പറഞ്ഞു, അമിത്ഷാ, പെട്ടെന്ന് തന്നെ താങ്കൾ കാശ്മീരിലേക്ക് എത്തണം. നിർമ്മലാ സീതാരാമൻ അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ ഇരുന്ന് നിർമ്മലാ സീതാരാമനോട് വിളിച്ച് നരേന്ദ്രമോദി പറയുകയാണ്, ഉടനടി തന്നെ നമ്മളുടെ പ്രജകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുക, നിങ്ങളുടെ വിദേശ സന്ദർശനങ്ങൾ അവസാനിപ്പിക്കുക എന്ന്. അങ്ങനെ നരേന്ദ്രമോദി സൗദി അറേബ്യയിൽ നിന്ന് വണ്ടി കയറുന്ന അതേ സമയത്ത് തന്നെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന അമിത്ഷാ കാശ്മീരിലേക്ക് വണ്ടി കയറുകയാണ്. നമുക്കറിയാം, പണ്ടൊക്കെ കോൺഗ്രസിന്റെ ഒക്കെ ഭരണകാലത്ത് എന്തെങ്കിലുമൊക്കെ ആക്രമണം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനമന്ത്രി പോലും, നമ്മുടെ മൻമോഹൻ സിംഗും അതിനു മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിമാരൊന്നും കാശ്മീരി പോലുള്ള അപകട സാധ്യതകൾ ഏറെയുള്ള, മരിക്കുവാൻ പോലും സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നരേന്ദ്രമോദി തന്റെ പാലസിലുള്ള ഡിന്നർ വരെ ഉപേക്ഷിച്ചുകൊണ്ട് നേരെ തന്റെ ആക്രമിക്കപ്പെട്ട കാശ്മീരിന്റെ മണ്ണിലേക്ക് ആർജവത്തോടുകൂടി തന്നെ നെഞ്ചും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ ഓരോ തുള്ളി ചോരയ്ക്കും ഞങ്ങൾ പകരം ചോദിക്കുമെന്ന് ഭാരതീയ ജനതയോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി കാശ്മീരിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്. കാശ്മീരിലെത്തി നരേന്ദ്രമോദി അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഇന്ത്യ വിൽ ഐഡന്റിഫൈ, ട്രാക്ക് ആൻഡ് പണിഷ് എവരി ടെററിസ്റ്റ്. ഓരോ ഭീകരവാദിയെയും ഇന്ത്യ കണ്ടുപിടിക്കും, അവരെ പിന്തുടരും, അവരെ ട്രാക്ക് ചെയ്യും, അവർക്ക് വേണ്ട കൃത്യമായ പണിഷ്മെന്റ് കൊടുക്കും. ആ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ മരണമായിരിക്കും. ആ മരണം എന്ന് പറയുന്ന മരണശിക്ഷ ഇനി വിധിക്കുന്നതും നടപ്പാക്കുന്നതും ഒക്കെ നരേന്ദ്രമോദി നേരിട്ടായിരിക്കുമെന്ന് കാശ്മീരിലെ ജനങ്ങൾക്ക് നരേന്ദ്രമോദി ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ ടെററിസ്റ്റ് ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള പാകിസ്ഥാനാണ് ഇവരെ ബാക്കപ്പ് ചെയ്യുന്നതെന്ന് ഏത് ചെറിയ കുട്ടിക്ക് വരെ അറിയാം. ആ പാകിസ്ഥാനെ മൊത്തത്തോടെ ഞങ്ങൾ തകർത്ത് കളയുമെന്നും അവരെ ഇനി പഴയ പോലെ ടെററിസം ചെയ്ത് ഇനിയും കൊണ്ടു നടക്കാൻ അനുവദിക്കുകയില്ലെന്ന് നരേന്ദ്രമോദി കാശ്മീരിലെ ജനങ്ങളോട്, ഓരോ ഭാരതീയ ജനങ്ങളോടും വിളിച്ചു പറയുന്ന ആ കാഴ്ച ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. നമ്മളൊക്കെ ഇനിയിപ്പം ചെയ്യേണ്ടത് രാഷ്ട്രീയ വിരോധങ്ങളെല്ലാം മറന്നുകൊണ്ട് ഈ ലോകത്തെയും ഈ രാജ്യത്തെയും ഇത്രയും നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പിന്നിൽ അണിചേരുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇനി രാഷ്ട്രീയ വിദ്വേഷങ്ങളൊന്നുമില്ല, നരേന്ദ്രമോദി തീരുമാനിക്കുന്നതാണ് ഇനി കാര്യങ്ങൾ. നരേന്ദ്രമോദി കഴിഞ്ഞ തവണ നമുക്കറിയാം ഫുൽഗാമില് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ നടത്തിയ കാര്യം. ഇത്രയും വലിയ സൈനിക മേധാവികൾ വരെ പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു. ഫുൽഗാമിന്റെ കേസ് പറയുകയാണെങ്കിൽ അവരൊക്കെ രാത്രി പറഞ്ഞു, ഇന്ന് ഭയങ്കര മഴയും ഇടിമിന്നലും മഞ്ഞുവീഴ്ചയും ഒക്കെ ആയതുകൊണ്ട് ഇന്ന് രാത്രി ആക്രമണം നടത്താൻ പറ്റില്ലെന്ന് കരസേനാ മേധാവിയും ബാക്കി വലിയ വലിയ സൈനിക സ്ഥാനങ്ങളിലിരിക്കുന്ന നേതാക്കളും പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മുടെ മഞ്ഞുവീഴ്ചയും മഴയും ഇടിമിന്നലും ഒക്കെ ആണെങ്കിൽ അവരും ആക്രമണം നടത്തില്ലല്ലോ, അതുകൊണ്ട് ആ തക്കത്തിന് നമ്മൾ കയറി ആക്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫുൽഗാമിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ നരേന്ദ്രമോദി കാശ്മീരിലെത്തിയിരിക്കുകയാണ്. കാശ്മീരിലെത്തിയ നരേന്ദ്രമോദിയുടെ ബുദ്ധി ഏതൊക്കെ തലങ്ങളിലൂടെ, ഏതൊക്കെ രീതികളിലൂടെ, ഒരു കരസേനാ മേധാവി പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ പോയി സഞ്ചരിച്ചുകൊണ്ട് നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രൗഢി ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ ഒരു പ്രതികാര നടപടി, വലിയൊരു നടപടി പാകിസ്ഥാനെതിരെ ഏത് നിമിഷവും എടുക്കാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത്.
നമുക്കറിയാം അവിടുത്തെ വെള്ളം കൂടി മുട്ടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ഒഴുകേണ്ടിയിരുന്ന ഏകദേശം 60% പാകിസ്ഥാനിലെ കർഷകർ യൂസ് ചെയ്യുന്ന സിന്ധു നദിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും എടുക്കാൻ ഇനി സാധിക്കില്ല എന്ന രീതിയിൽ അതിന്റെ നിയമത്തെ, അതിന്റെ കരാറിനെ മരവിപ്പിച്ചുകൊണ്ട് ആദ്യം തന്നെ ഒരു വലിയൊരു സ്ട്രാറ്റജിക്കൽ അറ്റാക്ക് നരേന്ദ്രമോദി നടത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവർ ഇന്ത്യയുടെ വന്ന് കാല് പിടിക്കണം. തങ്ങൾക്ക് കുടിക്കുവാൻ വെള്ളം വേണമെങ്കിൽ, തങ്ങൾക്ക് കൃഷി ചെയ്യാൻ വെള്ളം വേണമെങ്കിൽ അവർ ഇനി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് എത്തണം. ആ ഒരു മുസ്ലിം തീവ്രവാദി ഇവിടെ വന്ന് ആക്രോശിച്ച് പറഞ്ഞത് നീ നിന്റെ നരേന്ദ്രമോദിയോട് ചെന്ന് പറയുക എന്നാണ്. രക്തമൂറ്റി കുടിക്കാൻ വന്ന ചെന്നായ്ക്കൾക്ക് അറിയില്ലല്ലോ അവർ രക്തമൂട്ടി കുടിക്കാൻ വന്ന ആട്ടിൻകുട്ടികൾക്ക് ഒരു നാഥൻ ഉണ്ടായിരുന്നുവെന്ന്. ആ നാഥനാണ് നരേന്ദ്രമോദി. ഓരോ രക്തമൂറ്റി കൊടുത്ത ചെന്നായ്ക്കളോടും ആ നരേന്ദ്രമോദി എന്ന് പറയുന്ന വിശ്വഗുരുവായിട്ടുള്ള ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന, ഇന്ത്യ മുഴുവൻ ഇത്രയും പിന്തുണയുള്ള നേതാവ്, അദ്ദേഹം പ്രതികാരം ചോദിച്ചിരിക്കും. അതാണ് നരേന്ദ്രമോദിയുടെ ചരിത്രം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി ഒരു ദിവസം ഉറങ്ങുന്നത് വെറും 2 മണിക്കൂർ തൊട്ട് 3 മണിക്കൂർ വരെ മാത്രമാണ്. ബാക്കിയുള്ള സമയം മുഴുവൻ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചനയിലാണ്. ഇനി വരുന്ന ദിവസങ്ങളിലെ അദ്ദേഹം ഉറങ്ങാതിരുന്ന രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് ആലോചിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പാകിസ്ഥാനെതിരെയുള്ള വലിയൊരു അറ്റാക്കിനുള്ള കാര്യങ്ങളായിരിക്കും അദ്ദേഹം ആലോചിച്ചു കൂട്ടാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ വലം കൈയായിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ കാശ്മീരിന്റെ മണ്ണിലെത്തി നിൽക്കുമ്പോൾ ഇനി എന്തൊക്കെയാണ് പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരാൾക്ക് പോലും ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം നരേന്ദ്രമോദിയുടെ ബുദ്ധിയാണ് എവിടെ, എപ്പം, എങ്ങനെ ആണ് പ്രതികാരം അല്ലെങ്കിൽ പ്രതികരണം ഇന്ത്യയുടെ വരുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. വലിയ സൈനിക ശക്തികളെ പോലും, സൈനികരെ പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള നരേന്ദ്രമോദി ഇനി ഭാരതത്തിന് വേണ്ടി പോരാടും, നമുക്ക് വേണ്ടി പോരാടും. എല്ലാവരും ജാതി മറന്ന്, രാഷ്ട്രീയം മറന്ന് നരേന്ദ്രമോദിക്കൊപ്പം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള സന്ദേശമാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്.